വളരെ സിമ്പിളായി ലൈനിങ് വെച്ചൊരു ചുരിദാർ ടോപ്പ് തയ്ച്ചെടുക്കാം. ഇത് ടോപ്പിനുള്ള മെയിൻ ക്ലോത്തും ലൈനിങ് തുണിയുമാണ്. ഈ മെയിൻ ക്ലോത്ത് മൊഡാൾ സിൽക്കിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണിത്. രണ്ട് തുണിയും 2.5 മീറ്റർ വീതമുണ്ട്. 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ചുരിദാർ ടോപ്പിൻ്റെ മെഷർമെൻറ്റൊക്കെ ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ടോട്ടൽ ലെങ്ത് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ലൈനിങ് തുണിയിൽ 2.5 ഇഞ്ച് കുറച്ചിട്ട് 39 ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷോൾഡറും ആം ഹോളും 6 ഇഞ്ച് വീതമാണ് എടുത്തിരിക്കുന്നത്. ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് 1/2 ഇഞ്ചിൽ. ചെസ്റ്റ് 36 ഇഞ്ചാണല്ലോ, അതിൻ്റെ 4/1 9 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ചേർത്തിട്ട് 10 ഇഞ്ചിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റിന് 2 ഇഞ്ചാണ് മാർജിൻ. വേസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് ഷോൾഡറിൽ നിന്നും 14 ഇഞ്ച് താഴെ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ വേസ്റ്റായ 34 ഇഞ്ചിൻ്റെ 4/1 അത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ചേർത്തിട്ട് 9.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഷോൾഡറിൽ നിന്നും 18 ഇഞ്ച് താഴെയാണ്. ഹിപ്പ് ഇവിടെ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മെയിൻ ക്ലോത്ത് 4ആയി മടക്കി ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ലൈനിങ് തുണി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് തുണി അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ട്രേസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ 4ആയിട്ട് മടക്കിയ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ലൈനിങ് തുണി ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൽ നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം. ലൈനിങ്ങിന് 2 ഇഞ്ച് ലെങ്ത് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലോത്തിന് 41.5 ഇഞ്ച് നമ്മൾ ഇടുകയാണ്. 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ്. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് എടുക്കും. ബാക്കി 1 ഇഞ്ച് അടിമടക്കി അടിക്കാനായിട്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിൽ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. മെയിൻ തുണിയിൽ കൂടി നമുക്കൊന്ന് വരച്ചെടുക്കാം. ലൈനിങ് തുണിയിലെ മെഷർമെൻറ്റിനെ കഴിഞ്ഞും 1 ഇഞ്ച് കൂടുതലായിട്ടാണ് മെയിൻ തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മിച്ചം വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. മനസ്സിന്റെ മണിപ്പന്തലിൽ നിലാവിൻ മറക്കുടമുഖം മറച്ചു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണം. അതിനായിട്ട് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഒരുപോലെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ലൈനിങ് തുണിയുടെ നല്ല വശവും ചേർത്ത് വെച്ച് രണ്ടിൻ്റെയും സെൻറ്ററുകളും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള നെക്ക് സ്റ്റിഫ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഒരു തുണിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെയും നമ്മളിതാ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3 സെൻറ്ററും ഒരുപോലെ വെച്ചിട്ട് ആം ഹോളും കൈക്കുഴിയെല്ലാം ഒരുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതാ ഇതുവഴി ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. ഇതാ സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആ സ്റ്റിഫ് പേപ്പറിനോട് ചേർത്താണ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് അത് ബാക്കിയുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് ഇതാ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഭാഗം നമുക്കൊന്ന് പതിച്ചടിക്കണേ. അപ്പോൾ അതിനായിട്ട് ദാ ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് ലൈനിങ്ങിൻ്റെ സൈഡിലേക്കാണ് നമുക്ക് സ്റ്റിച്ചിങ് വരേണ്ടത്. ഈ പുറകിലുള്ള ആ തയ്യൽ തുമ്പുണ്ടല്ലോ അത് നേരെ വെച്ചിട്ട് ദാ എഡ്ജിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതാ നോക്കിക്കോളൂ, ഇത് കണ്ടല്ലോ, ഇങ്ങനെ നിവർത്തി വെക്കുക. നിവർത്തി വെച്ചിട്ട് ഇതാ ആ എഡ്ജിൽ കൂടെ, അതായത് നമ്മുടെ ഈ നല്ല തുണിയിൽ സ്റ്റിച്ച് വീഴരുത്, ലൈനിങ്ങിലാണ് സ്റ്റിച്ച് വീഴേണ്ടത്. മനസ്സിന്റെ മണിപ്പന്തലിൽ നിലാവിൻ മറക്കുടമുഖം മറച്ചു. ഇനി ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്ക് നെക്കിന് നമ്മൾ സ്റ്റിഫ് പേപ്പർ ഉപയോഗിക്കുന്നില്ല. ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നല്ല തുണിയിൽ നമ്മളിത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്താൻ നെക്കിൻ്റെ അത് 3 ഇഞ്ചാണ്. താഴേക്ക് ഡെപ്ത്ത് 3 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അതൊരു സ്ക്വയർ ആക്കാം. എന്നിട്ട് നമുക്കൊരു യു നെക്ക് വരച്ചു കൊടുക്കാം. നീ വരലക്ഷ്മിയായി വന്നെത്തുമ്പോൾ തെളിയും ദീപങ്ങൾ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ് തുണിയിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തു. അത് നമുക്ക് ഈ നല്ല തുണിയിൽ അറ്റാച്ച് ചെയ്യണം. അതിന് നല്ല തുണിയുടെ സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്നും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നമ്മുടെ നെക്ക് വിഡ്ത്തായ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, 3 ഇഞ്ച് വെച്ചിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ടോട്ടൽ 6 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വരുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ലൈനിങ് തുണി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ലൈനിങ് തുണി വെച്ച് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ 3 ഇഞ്ച് മാറ്റി, ആ മാർക്കിങ് തുടങ്ങിയിടത്താണ് ഷോൾഡർ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇനി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ ഇവിടെ ലൈനിങ് തുണിയുടെ മുകളിലായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാനായിട്ട്, ഒരു 1/4 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിങ്സ് അവിടെ കൊടുത്തിട്ട് നമ്മളിത് മറിച്ചിടുകയാണ്. ഇനി നെക്കൊന്ന് പതിച്ചടിക്കണം. അതിന് ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. നെക്ക് പതിച്ചടിച്ചിട്ടുണ്ട്.
ഇതാ ലൈനിങ് തുണിയിൽ ആണ് അതിൻ്റെ സ്റ്റിച്ച് വരുന്നത്, നല്ല തുണിയിൽ ആ സ്റ്റിച്ച് വരത്തില്ല. ഇതാ നമ്മൾ നല്ല വശത്തേക്ക് ഇത് കഴുത്ത് മറിച്ചിട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. സാധാരണ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഷോൾഡറിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് മാർജിനിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ അങ്ങനെയല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചേർത്ത് വെച്ചിരിക്കുന്നത് 4 ഷോൾഡറുകളാണ്. അതായത് ഫ്രണ്ട് പാർട്ടും അതിൻ്റെ ലൈനിങ്ങും ബാക്ക് പാർട്ടും അതിൻ്റെ ലൈനിങ്ങും. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ 4 പീസും കറക്റ്റാക്കി പിടിക്കുക. 4ഉം ഒരുപോലെയാണോ വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് ഏറ്റവും അടിയിലുള്ള ലൈനിങ് തുണിയുടെ ഷോൾഡർ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ വെച്ച് 1/2 ഇഞ്ച് മാർജിനിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, കണ്ടോ? ഇതിൻ്റെ അടിവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് അഴിഞ്ഞു പോകത്തില്ല, അതുപോലെ തന്നെ നന്നായിട്ട് ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇരിക്കുകയും ചെയ്യും. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവും ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് സ്ലീവിൻ്റെയും ലൈനിങ്ങിൻ്റെയും 2ആം ഹോൾ കർവ് ഒരുപോലെ വരണം. സ്ലീവിൻ്റെയും ലൈനിങ്ങിൻ്റെയും സെൻറ്ററുകൾ മാർക്ക് ചെയ്ത് ഇതുപോലെ ചേർത്ത് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ നമ്മൾ 1/2 ഇഞ്ച് മാർജിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ച് മാർജിൻ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് പതിച്ചടിക്കണം. അതിനായിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ മാത്രം സ്റ്റിച്ച് വരത്തക്ക വിധത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് നേരെ വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം. ലൈനിങ്ങിൻ്റെ മുകൾ വശത്ത് നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്ലീവിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ മുകൾ ഭാഗവും നമുക്ക് ലൈനിങ്ങുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ലീവ് രണ്ടും ഷോൾഡറിൽ ജോയിൻ ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണം. സ്ലീവിന് ഫ്രണ്ട് ആം ഹോൾ കർവ് കുഴിച്ച് വെട്ടിയിരുന്നില്ലേ? ആ ഭാഗമാണിത്. ഇവിടെ F എന്ന് മാർക്ക് ചെയ്തിരുന്നല്ലോ. ഇനി ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. സ്ലീവിൻ്റെ F എന്ന് മാർക്ക് ചെയ്ത ഈ ഭാഗം ബോഡി പാർട്ടിൻ്റെ ഈ ഫ്രണ്ട് വശത്ത് വരണം. സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ നല്ല വശം ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ചേർത്ത് വയ്ക്കുക. അതായത് ബോഡി പാർട്ടിൻ്റെ ആ ഷോൾഡർ ജോയിനിങ്ങിൻ്റെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ വേണം സ്ലീവിൻ്റെ സെൻറ്റർ വരാനായിട്ട്. അതിനുശേഷം സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 വട്ടം സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. സ്ലീവ് ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങരുത്. ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സൈഡ് ജോയിനിങ് ചെയ്തു. പിന്നീട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തു. ടോപ്പിൻ്റെ സൈഡ് ജോയിനിങ്ങിൻ്റെയും സ്ലിറ്റ് സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ. താഴെ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ലൈനിങ് ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വിധം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നീ വരലക്ഷ്മിയായി വന്നെത്തുമ്പോൾ